SIR നടപടികൾ സജീവമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മരിച്ച വോട്ടർമാരുടെ കണക്കുകൾ ശേഖരിച്ചു. താമസം മാറിയ വോട്ടർമാരുടെ കണക്കുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതുവരെ ലഭിച്ച കണക്കുകളിൽ 51,085 വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കും. 1,00,000 BLAമാരുടെ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. റോഷിപ്പാലുണ്ട്. റോഷിപ്പാൽ, ആസാമിലേക്ക് 65 ലക്ഷം ആളുകളുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് ഇല്ലാതായത്. അതാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വലിയ വിവാദമായി പിന്നീട് ഉന്നയിച്ചതും. കേരളത്തിൽ മരിച്ചവര്, സ്ഥലം മാറിപ്പോയവര്, അങ്ങനെ കുറെ ആളുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയവരുണ്ട്. 1,00,000 പേരുടെ പേരുകളായിരിക്കുമോ പുതിയ പട്ടികയിൽ ഉണ്ടാവാതിരിക്കുക? അത് കുറ്റമറ്റതാക്കി മാറ്റാൻ BLOമാരുടെ നിർദ്ദേശാനുസരണം പാർട്ടി പ്രതിനിധികളുമായി കൂടി ആലോചിച്ചതിന് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ. റോഷി, അരുൺകുമാർ, ഈ 1,00,000 അത് ആദ്യഘട്ടമാണ്. എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയായി. 97% പൂർത്തിയായി എന്നാണ് ഔദ്യോഗിക കണക്ക്. അങ്ങനെ ഫോം വിതരണം പൂർത്തിയായതിനു ശേഷം ആ ഫോമുകൾ ശേഖരിച്ചു തുടങ്ങിയപ്പോഴുള്ള കണക്കുകൾ കൂടിയാണ്. ഇനിയും ഒട്ടേറെയുണ്ട്. ഇത് 1,00,000-ത്തിൽ ഒതുങ്ങില്ല. ഏതാണ്ട് 2002-ൽ SIR ആ സമയത്ത് നടപ്പിലാക്കുമ്പോൾ 20%-ഓളം വോട്ടുകൾ ഇങ്ങനെ വന്നിരുന്നു. വോട്ടുകൾ പട്ടികയിൽ നീക്കം ചെയ്തിരുന്നു. അങ്ങനെ ഇരട്ട വോട്ടുകൾ അടക്കം നീക്കം ചെയ്യുമ്പോൾ അത് കുറേ ഉണ്ടാവും. അത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വോട്ടുകൾ അങ്ങനെ നീക്കം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രാഥമികമായി ആദ്യ ദിവസം ലഭിച്ച കണക്കുകൾ മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കണക്കുകൾ വരും. പക്ഷേ ഇതൊക്കെ ഒരു അന്തിമ തീരുമാനമെടുക്കുക BLAമാർ കൂടെ ഉള്ള യോഗത്തിലായിരിക്കും. BLOമാർ അടിയന്തരമായി അതാത് പ്രദേശങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ യോഗം വിളിക്കും BLAമാരുടെ. ആ യോഗത്തിൽ വെച്ച് ഈ മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യും. അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് സംബന്ധിച്ച രേഖകൾ ആ BLOമാരോട് ഹാജരാക്കാനുള്ള നിർദ്ദേശമായിരിക്കും നൽകുക. ആ വ്യക്തികൾ തന്നെ വരേണ്ടി വരില്ല. BLAമാർ ആ യോഗത്തിൽ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ആരെയൊക്കെ പേരുകൾ പട്ടികയിൽ നിന്നും പുറത്താക്കണം, ഒഴിവാക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ബീഹാർ മാതൃകയിലായിരിക്കില്ല സംസ്ഥാനത്ത്. പൂർണ്ണമായി സുതാര്യമായി രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പരാതികൾ ഉൾപ്പെടെ കേട്ടുകൊണ്ട് ഈ കരട് വോട്ടർ പട്ടിക തന്നെ സുതാര്യമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരാതികൾ നേരത്തെ തന്നെ ലഭ്യമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.